ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സൂചി ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തിയുമായൊരു ഉപ്പുമാവാണ് ഈ ഉണ്ടാക്കുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴെന്താ ഇതിങ്ങനെ കട്ട പിടിച്ചു പോകുന്നത്. അപ്പോൾ കട്ട ഒന്നും പിടിക്കാതെ നമുക്ക് നല്ല പോലെ കുക്കറിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഞെവടി കഴുകി 2-3 വെള്ളം ഒന്ന് കഴുകി കളയാം. ഞാനൊരു 3 വെള്ളത്തിൽ ഞെവടി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ഞുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ വറുക്കത്തില്ലേ, അതേപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ ഞുറുക്ക് ഗോതമ്പൊക്കെ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഞുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇത് ഒന്നൊന്നായിട്ട് വിട്ട് ഇങ്ങനെ വരും. അതേപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല നമ്മുടെ ഞുറുക്ക് ഗോതമ്പൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നൊന്നായിട്ട് വിട്ട് കിടക്കണം. അതേ പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഞുറുക്ക് ഗോതമ്പൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. നമ്മുടെ ഉപ്പുമാവിനായിട്ട് വേണ്ടുന്ന ഇത്രയും സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ 1 ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില വേണ്ടുന്നവർ മാത്രം ഇട്ടാൽ മതി. കാരണം ഇതിനകത്ത് വേറൊരു ആ മുരിങ്ങയിലയുടെ ഒരു സ്മെല്ലും കൂടെ വരും. അത് നല്ല ഹെൽത്തിയാണ്. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ വിട്ടുപോയതാണ്. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ക്യാരറ്റ് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന മുരിങ്ങയിലയും കപ്പലണ്ടിയും ഇപ്പോഴല്ല ഇട്ട് കൊടുക്കേണ്ടത്, അത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം. അത് അവിടെ തന്നെ വെച്ചേക്കുക. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ നമുക്കതിൽ. അതിനായിട്ട് ഞാൻ ഈ കപ്പിലാണല്ലോ 1 കപ്പ് ഞുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഞുറുക്ക് ഗോതമ്പ് എടുത്ത ആ പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഞുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഞുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ പ്രഷറും കൂടെ പോയി കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് നല്ല പരുവത്തിന് വെന്തിരിക്കും. 2 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉപ്പുമാവിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് പാകമായിട്ടിരിപ്പുണ്ട്. നല്ല കുഴഞ്ഞിട്ടോ കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല. നല്ലപോലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടില്ലേ? ഇതിലേക്ക് നമുക്കിനി കപ്പലണ്ടിയും
മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയില വേണ്ടുന്നവർ ഇട്ട് കൊടുക്കുക, ഇല്ലാത്തവർക്ക് ഇടണ്ട. മുരിങ്ങയില വേണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മുരിങ്ങയിലയും കപ്പലണ്ടിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇനി തീയൊന്നും ഇടേണ്ട കാര്യമില്ല, വെറുതെ എന്നാൽ ആ ചൂടിനകത്ത് തന്നെ മുരിങ്ങയില എന്നിട്ട് ഇളക്കിയാൽ മതി, കപ്പലണ്ടി ഇട്ട് ഇളക്കിയാൽ മതി. ഒന്ന് അടച്ച് വെച്ച് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവെല്ലാം റെഡിയായി വരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഞുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.